الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഭൗതിക ലോകത്ത് മനസ്സിന് ആനന്ദവും കുളിർമയും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിവാഹത്തിലൂടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇണസങ്കല്പത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം സാധ്യമാക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം വിവാഹത്തിന്റെ വിഷയത്തിൽ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുമായി അനുബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ വിവാഹം ചെയ്ത വരനെ അല്ലെങ്കിൽ പുതിയ മാപ്പിളയെ ആശീർവദിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും മനുഷ്യൻ വിവാഹം ചെയ്യുമ്പോൾ ആശീർവാദത്തിന്റെ പദങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് കാണാൻ കഴിയും. أن النبي صلى الله عليه وسلم كان إذا رفع الإنسان إذا تزوج قال بارك الله لك وبارك عليكما وجمع بينكما في خير. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏതെങ്കിലും മനുഷ്യൻ വിവാഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആശീർവാദത്തിന്റെ പദങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു ബാറക്കല്ലാഹു ലക, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, ബാറക അലൈകുമ, നിന്നെയും നീ വിവാഹം ചെയ്ത നിന്റെ ഇണയെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, വജമഅ ബൈനകുമാ ഫീ ഖൈരി, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു ഖൈറിൽ നന്മയിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. വിവാഹം കഴിയുന്ന വേളയിൽ നമ്മൾ ഓരോരുത്തരും വിവാഹം ചെയ്ത വരനെ ഈ പദങ്ങൾ കൊണ്ട് ആശീർവദിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വിവാഹം ചെയ്യുന്ന ആ പുതിയ മാപ്പിള അല്ലെങ്കിൽ വരൻ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു ദുആ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ തസവ്വജ അഹദുകും ഇംറഅതൻ أو اشترى خادما فليقل اللهم إني أسألك خيرها وخير ما جبلتها وأعوذ بك من شرها وشر ما جبلتها عليه. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ സേവനത്തിനു വേണ്ടി വാങ്ങി, ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഇവരുടെ നന്മയിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഇവരുടെ പ്രകൃതിയിൽ എന്തെല്ലാം നന്മകൾ തീരുമാനിച്ചിട്ടുണ്ടോ അത് ഞാൻ ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഇവളിൽ എന്തെല്ലാം കുഴപ്പങ്ങളും പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഇവരുടെ സൃഷ്ടിപ്പിലും ഇവരുടെ പ്രകൃതിയിലും എന്തെല്ലാം പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടോ അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. വിവാഹം ചെയ്യുന്ന ഓരോ നവവരനും ചെയ്യേണ്ടുന്ന ദുആയാണ്. കാരണം വിവാഹം എന്നാൽ മരണം വരെയും സുദൃഢമായി കെട്ടുറപ്പോടെ നിലനിൽക്കേണ്ടുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇണയുടെ ഖൈറിനെ അല്ലാഹുവിനോട് അർപ്പിക്കുന്ന ദുആയിരക്കണം. വിവാഹം കഴിഞ്ഞാൽ പിന്നീട് വരൻ അഥവാ പുതിയ മാപ്പിളയുടെ ഭാഗത്തു നിന്ന് നൽകേണ്ടുന്ന സൽക്കാരത്തിനാണ് വലീമ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഇടയിൽ എവിടെ നിന്നാണ് ഈ സംസ്കാരം വന്നത് എന്നറിയില്ല. വിവാഹം ചെയ്യപ്പെടുന്ന വധു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് സൽക്കാരവും ഭക്ഷണവും ഒക്കെ നൽകുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനോ സഹാബിമാരോ അങ്ങനെ ഒരു രീതിയോ ശൈലിയോ പഠിപ്പിച്ചു തന്നിട്ടില്ല. വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ച വിവാഹം വളരെ ലളിതമാണ്, വളരെ സരളമാണ്, വളരെ എളുപ്പമാണ്. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വിവാഹം ചെയ്യുന്ന വരനാണ് വിവാഹ മൂല്യം കൊടുക്കേണ്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയ ആൾക്കാരെ സൽക്കരിക്കേണ്ടുന്നത് വിവാഹം ചെയ്യുന്ന പുതിയ മാപ്പിളയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ വേളകളിലൊക്കെ തന്നെയും സൽക്കാരം നടത്തിയിട്ടുണ്ട്, വലീമ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരോടും ഇക്കാര്യം വളരെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിൽ കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, أن النبي صلى الله عليه وسلم رأى على عبد الرحمن بن عوف أثر صفرة فقال ما هذا؟ قال تزوج امرأة على وزن نواة من ذهب. قال أولم ولو بشاة. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ മുന്തിയ സുഗന്ധദ്രവ്യത്തിന്റെ അടയാളം കണ്ടു. സുഫ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിനും മറ്റും ശരീരത്തിനും വസ്ത്രത്തിനും പുരട്ടുന്ന സുഗന്ധദ്രവ്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ? അബ്ദുറഹ്മാൻ, ഇത് എന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസവ്വജതു ഇംറഅതൻ അലാ വസ്നി നവാത്തിൻ മിൻ ദഹബ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈത്തപ്പഴത്തിന്റെ കുരുവിന് സമാനമായ സ്വർണം മഹറായി വിവാഹ തുല്യമായി നൽകിക്കൊണ്ട് ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴേ തന്നെ പറഞ്ഞു, ബാറക്കല്ലാഹു ലക, അല്ലാഹു നിന്റെ വിവാഹത്തിൽ ബറക്കത്ത് നൽകട്ടെ. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഔലിം വലൗ ബിശാത്ത്, ഒരാടിനെ അറുത്തു കൊടുത്താണ് എങ്കിലും നീ വിവാഹ സൽക്കാരം നടത്തണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിവാഹ സൽക്കാരം നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചത് ഒരിക്കലും വിവാഹം ചെയ്യപ്പെട്ട പെൺകുട്ടിയോടോ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളോടോ അല്ല, വിവാഹം ചെയ്യുന്ന വരനോടും പുതിയ മാപ്പിളയോടുമാണ്. ഇനി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിവാഹ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് സൽക്കാരം നൽകുമായിരുന്നു.
ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിൽ കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഔലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അഹദിൻ മിൻ നിസാഇഹി മാ ഔലമ അലാ സൈനബ ഔലമ ബിസാത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ വിവാഹത്തിന്റെ വേളകളിൽ സൈനബിനെ വിവാഹം ചെയ്തപ്പോൾ നൽകിയതുപോലെയുള്ള വിവാഹ സൽക്കാരം മറ്റൊരു വിവാഹത്തിന്റെ വേളയിൽ നൽകിയിട്ടില്ല. ഔലമ ബിസാത്ത്, നബി തങ്ങൾ ഒരാടിനെ അറുത്ത് വിവാഹ സൽക്കാരം നടത്തി. ഏറ്റവും മുന്തിയ വിവാഹ സൽക്കാരം ഒരാടിനെ അറുത്തുകൊണ്ട് പ്രവാചകൻ നടത്തിയ സൽക്കാരമാണ്. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ തന്നെ കാണാൻ കഴിയും, ഔലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ബനാ ബി സൈനബ ബിൻത് ജഹ്ശ് വഅശ്ബഅ الناس خبزا ولحما. അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹ സൽക്കാരം നടത്തിയത് സർവ്വസാധാരണമായി വിവാഹം ചെയ്ത് പെൺകുട്ടിയുമായി വീട് കൂടിയതിനു ശേഷമാണ്. സൈനബ് ബിൻത് ജഹ്ശുമായി നബി തങ്ങൾ വിവാഹം കഴിഞ്ഞ് വീട് കൂടിയതിനു ശേഷം വലീമ നടത്തി, സൽക്കാരം നടത്തി. ഒരാടിനെ അറുത്തു, അതിന്റെ ഇറച്ചി കറി വച്ചു, ഗോതമ്പ് കൊണ്ട് റൊട്ടി തയ്യാറാക്കി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാരെന്ന് കഴിച്ച് നല്ലതുപോലെ വയർ നിറച്ചു. ആ സൽക്കാരത്തിനാണ് സഹാബിമാര് വയറ് നിറയെ റൊട്ടിയും ഇറച്ചിയും കഴിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹത്തിന്റെ സൽക്കാരം വളരെ ലളിതമായിട്ട് നടത്തിയിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വിവാഹം ചെയ്തപ്പോൾ നബി തങ്ങൾ സൽക്കാരം നടത്തി. 2 മുദ്ദ് ശഈർ അഥവാ ബാർലരി കൊണ്ടാണ് നബി തങ്ങൾ അന്ന് സൽക്കാരം നടത്തിയത്. 2 മുദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോ വരും വരത്തില്ല. അത്രയും കുറഞ്ഞ ബാർലരി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി ഉണ്ടായിരുന്ന സഹാബിമാർക്ക് ചെറുതായി സൽക്കാരം നടത്തി. സഫിയ റളിയല്ലാഹു അൻഹാന്റെ വിവാഹ സൽക്കാരം നബി തങ്ങൾ നടത്തിയത്. നബി തങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹായി വിവാഹം ചെയ്തപ്പോൾ നബി തങ്ങൾ ആ സൽക്കാരം നടത്തിയത്. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ നൽകിയ വിവാഹ സൽക്കാരത്തിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, പാൽക്കട്ടി ഉണ്ടായിരുന്നു, നെയ്യ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ലളിതമായിട്ട് വിവാഹ സൽക്കാരം നടത്തിയിട്ടുണ്ട്. മുന്തിയ വിവാഹ സൽക്കാരത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഒരാടിനെ അറുത്തു, ഗോതമ്പ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ഭക്ഷണം നൽകിയതാണ്. ഇന്ന് വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ആർഭാടവും നമ്മള് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തന്നെ മകളുടെ വിവാഹത്തിന്റെ വേളയിൽ നമ്മുടെ സമ്പത്തിന്റെ കൊഴുപ്പ് പൂർണ്ണമായി ജനങ്ങളെ തെളിയിക്കണം, കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് യാതൊരു ലിമിറ്റും ഉണ്ടാകില്ല. ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം അവസാനം വേസ്റ്റ് കുട്ടയിൽ തള്ളിയിടുന്ന അവസ്ഥയാണ്. ലോകത്ത് നമ്മുടെ സഹോദരിമാര് ഒരു റൊട്ടിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോ, അത്യാഗ്രഹത്തോടുകൂടി നിൽക്കുമ്പോ നമ്മൾ വിവാഹത്തിന്റെ പേരിൽ ഭക്ഷണം തയ്യാറാക്കി ദൂർത്തടിക്കുകയാണ്. അല്ലാഹു കാക്കുമാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഅലമുൻ നികാഹി ബറക ഐസറു മൗന. ഏറ്റവും ഉയർന്ന ബറക്കത്ത് ലളിതമായി കുറഞ്ഞ ചെലവിൽ നടത്തപ്പെടുന്ന വിവാഹത്തിലാണ്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമോട് കൂടി തീർന്നു പോകുന്നില്ല. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. മരണം വരെയും സ്വൈര്യമായ ജീവിതം അവർക്ക് കിട്ടണം, അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടണം. അതിനുവേണ്ടി വളരെ എളുപ്പമായ ചുരുങ്ങിയ ചെലവിൽ വിവാഹം നടത്തപ്പെടണം. ഏത് സംഗതികളിലും ദുർവ്വയം, ഇസ്ലാം, വിശുദ്ധ ഇസ്ലാം വിലക്കുന്ന കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. ദുർവ്വയം ചെയ്യുന്നവർ നരകവാസികൾ എന്നാ പറയുന്നത്. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുമ്പോ അത് ഉയർന്ന നന്മ തന്നെയാണ്. പക്ഷേ അല്ലാഹു പറയുകയാണ്, സാലിഹീങ്ങൾ വല്ലദീന ഇദാ അൻഫഖൂ, അവർ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ
ലം യുസ്രിഫു അതില്ലവർ ദുർവ്യയം ചെയ്യില്ല, വലം യഖ്തുറു അതില്ലവർ പിശുക്ക് കാണിക്കില്ല, വകാന ബൈന ദാലിക ഖവാമ അതിന്റെ ഇടയിലുള്ള മാർഗത്തിൽ അവർ നിലയുറപ്പിക്കുന്നവരായിരിക്കും. മധ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ സൽക്കാരങ്ങളിൽ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കേണ്ടത്. ഈരലുത്തിന്റെ ശൈലിയുമായി പോകരുത്, ആർഭാടത്തിന്റെ ദുർവ്യയത്തിന്റെ രീതിയുമായി പോകരുത്. هو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. എല്ലാ കാര്യങ്ങളിലും മിതത്വം വേണം. നമുക്ക് ഉപയോഗിക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഭൂമിയുടെ പുറത്തൊരിക്ക് മുകളിൽ ഒരുക്കിയവൻ അല്ലാഹുവാണ്. അതിനെ നിങ്ങൾ ദുർവ്യയം ചെയ്തുകൊണ്ട് വിനിമയം നടത്തരുത്. സ്വന്തം കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണെങ്കിലും. അല്ലാഹുവാണ് പന്തലിൽ പടരുന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നവൻ. പടരാത്ത തോട്ടങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയവൻ അല്ലാഹുവാണ്. തോട്ടത്തെയും വ്യത്യസ്തമായ കായ്കനികൾ കിട്ടുന്ന കൃഷിത്തോട്ടങ്ങളെയും നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ അല്ലാഹുവാണ്. ഒലീവിനെയും മാതളത്തെയും പരസ്പരം സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതുമായ ആ കായ്കനികൾ വിളയുമ്പോൾ നിങ്ങൾ അതിനെ തിന്നുകൊള്ളുക. നിങ്ങളുടെ തോട്ടങ്ങളിൽ വിളയുന്ന ഈ ധാന്യങ്ങളും ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകണം. അതിനെ കൊയ്തെടുക്കുന്ന ദിവസത്തിൽ വലാ തുസ്രിഫു നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ അല്ലാഹു ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകി എന്നതിന്റെ പേരിൽ ആ സമ്പത്തിന്റെ കൊഴുപ്പ് മുഴുവൻ വിവാദത്തിൽ തീർക്കേണ്ടതല്ല. ആ സമ്പത്തിന്റെ ധാരാളം അവകാശികൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നാട്ടിലുണ്ടാകും, ലോകത്തുണ്ടാകും. ആ അവകാശികൾക്ക് കൂടി ആ സമ്പത്തിന്റെ വിഹിതം നിങ്ങൾ വകവെച്ചു കൊടുക്കണം. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം വളരെ ലളിതമായി പഠിപ്പിച്ചു തന്നു. അതിൽ സൽക്കാരം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു. ഈ വിവാഹ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ഷണം സ്വീകരിക്കേണ്ടത് എന്നും വിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ബുഖാരി ശരീഫിന്റെ റിവായത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ഇദാ ദുഇയ അഹദുകും ഇലൽ വലീമ ഫലിയത്തിഹാ നിങ്ങളിൽപ്പെട്ട ഒരാളെ വിവാഹ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ഷണത്തിനെ അയാൾ സ്വീകരിക്കണം. ആ സ്ഥലത്ത് അയാൾ പങ്കാളിയാകണം. എന്നാൽ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാര് പാപികളാണ്, ധിക്കാരികളാണ്, അധർമ്മകാരികളാണ് എങ്കിൽ അങ്ങനെയുള്ള ക്ഷണത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ അനുവാദമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള 3 രൂപങ്ങൾ പറഞ്ഞു. ഒന്നാമതായി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തആമിൽ ഫാസിഖീൻ പാപങ്ങൾ പ്രവർത്തിക്കുന്നവർ, അധർമ്മകാരികൾ, ധിക്കാരികൾ അവരുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകുന്നവരെ ക്ഷണിച്ചാൽ. രണ്ടാമതൊരു കൂട്ടരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തആമിൽ മുതബാരിന അൻ യുഅകൽ
മത്സരത്തിന് വേണ്ടി സൽക്കാരങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ആൾക്കാർ. എന്റെ കുടുംബത്തിൽ ഇന്നയാണ് കല്യാണം നടത്തിയപ്പോൾ അദ്ദേഹം ഇന്ന കുഴിമന്തിയെ നൽകി, ഞാനെന്ത് യമനി മന്തി നൽകും. ഇങ്ങനെ മത്സര സ്വഭാവത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ആ പ്രോഗ്രാമിന്റെ സൽക്കാരത്തിന് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ഷണം നിരസിക്കണം എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. നഹാ അൻ തആമിൽ മുതബാരിഈന, പരസ്പരം ഏറ്റുമുട്ടാൻ വേണ്ടി മറ്റാളെക്കാൾ എന്റെ ഭക്ഷണം, എന്റെ സൽക്കാരം മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്ന ആൾക്കാർ. മൂന്നാമതൊരു സൽക്കാരം നടന്നു. ആ സൽക്കാരത്തിൽ കൂടുതലായി ക്ഷണിക്കപ്പെടുന്നത് സമ്പന്നരായ ആൾക്കാരെയാണ്. പാവങ്ങളായ ആൾക്കാരെ ആ ക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എങ്കിൽ ആ ഭക്ഷണവും ഏറ്റവും മോശമായ ഭക്ഷണം ആണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏറ്റവും പ്രശ്നമുള്ള കുഴപ്പമുള്ള ഭക്ഷണം, ആ ഭക്ഷണത്തിലേക്ക് സമ്പന്നര് മാത്രം ക്ഷണിക്കപ്പെടുന്നു. പാവങ്ങളായ ആൾക്കാരെ ആ ഭക്ഷണത്തിന്റെ ക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഭക്ഷണം ഏറ്റവും മോശമായ ഭക്ഷണം. ഈ രൂപങ്ങളിലൊന്നുമല്ല ക്ഷണം നടക്കുന്നത് എങ്കിൽ കുടുംബത്തിലെയും നാട്ടിലുമുള്ള പാവങ്ങളെയും പണക്കാരെയും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള സൽക്കാരമാണ് എങ്കിൽ അങ്ങനെയുള്ള സൽക്കാരങ്ങളെ സ്വീകരിക്കുകയും അവിടെ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ ക്ഷണിക്കുമ്പോൾ വിട്ടുകളയുന്ന ആരെങ്കിലും മധ്യമായ നിലയിൽ വിവാഹ സൽക്കാരം നടത്തി ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ അല്ലാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിച്ചവരാണ്. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? ആ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇയാളുടെ ഈ ഭക്ഷണം എങ്ങനെയാ വാങ്ങിയത്? അർത്ഥ ഭക്ഷണം തന്നെയാണ്. ഇതൊക്കെ നേരത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇത് പലിശ പൈസ കൊണ്ട് വാങ്ങിയതാണോ, ലോട്ടറി അടിച്ച പൈസ കൊണ്ട് വാങ്ങിയതാണോ, കൈക്കൂലി പൈസ കൊണ്ട് വാങ്ങിയതാണോ, അല്ലെങ്കിൽ ഈ മൃഗത്തിനെ അറുത്തതാണോ, ഇതൊക്കെ നേരത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യം. കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വലിയൊരു സമൂഹം ഒരുമിച്ച് കൂടുമ്പോ ഈ ക്ഷണിച്ചയാളുടെ ഇമേജിന് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യവും പ്രവർത്തിക്കാൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ ദഖല അഹദുകും അലാ അഖീഹിൽ മുസ്ലിം ഫൽയഅകുൽ മിൻ തആമിഹി വലാ യസ്അൽ വലയശ്റബ് മിൻ ശറാബിഹി വലാ യസ്അൽ. നിങ്ങളിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ മുസ്ലിമായ സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഫൽയഅകുൽ മിൻ തആമിഹി, അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് നൽകുന്നത് നിങ്ങൾ കഴിക്കണം. വലാ യസ്അലു, അല്ലാതെ ആ ഭക്ഷണം എങ്ങനെ ഉണ്ടായതാണ്, ഹലാലാണോ ഹറാമാണോ എന്നൊന്നും അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കരുത്. അവൻ തരുന്ന പാനീയം നിങ്ങൾ കുടിക്കണം. അല്ലാതെ ഈ പാനീയം കൈക്കൂലി കൊണ്ട് വാങ്ങിയ പൈസ കൊണ്ട് വാങ്ങിയതാണോ, കൈക്കൂലി വാങ്ങി നേടിയ പൈസ കൊണ്ട് വാങ്ങിയതാണോ, ഹറാമായ പൈസ കൊണ്ട് വാങ്ങിയതാണോ, ഇതൊന്നും അന്വേഷിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായ അധ്യാപനം നൽകിയിട്ടുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായി പ്രചാരത്തിലുള്ള കുറേ മാമൂലുകളുണ്ട്. പ്രവാചകൻ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നസായി ശരീഫിന്റെ ഒരു റിവായത്തുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജഹസ النبي صلى الله عليه وسلم فاطمة بخمير وقراب ووسادة وحشوها الإذخر. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓമനപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം
അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹായ്ക്കും കൂടി ജീവിക്കാൻ വേണ്ടി ഒരു വിഭവം നൽകി. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഖബീൽ നല്ല നിലയിൽ വിശ്രമിക്കാൻ ഒരു പുതപ്പ് നൽകി. 2, ഖിറാബ് തോൽപാത്രം നൽകി. അന്ന് പൈപ്പില്ല, കിണറുകളാണെങ്കിൽ ജലാശയം ഒരു പ്രദേശത്ത് ഒന്നേ കാണുകയുള്ളൂ. അപ്പൊ വെള്ളം കോരി കൊണ്ടുവന്ന് അത് സൂക്ഷിക്കാൻ വേണ്ടി കുടിക്കാനും ഒക്കെ ആ വെള്ളം ഉപയോഗിക്കും. അതിനുവേണ്ടി ഒരു തോൽപാത്രം നൽകി. 3ാമതായി ഒരു തലയണ നൽകി. ആ തലയണയുടെ ഉള്ളിലുണ്ടായിരുന്ന സ്പോഞ്ചോ മഞ്ഞോ ഒന്നും ആയിരുന്നില്ല. ഇദ്ഖർ എന്ന് പറയുന്ന പുല്ല ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീധനം വാങ്ങാം, അച്ചാരം വാങ്ങാം എന്നതിന് ഹലാലാക്കുന്ന ചിലർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് സ്ത്രീധനവുമായിട്ടോ അച്ചാരവുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഗതി. അല്ലാഹുവിന്റെ പ്രവാചകനിലോ സഹാബിമാരിലോ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാനേ കഴിയില്ല. ഇന്ന് ഇസ്ലാമിലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ കൂടുതൽ പ്രചാരത്തിലുള്ള കാര്യമാണ് പെൺകുട്ടിക്ക് സ്വർണ്ണം കൊടുക്കണം. സ്വർണത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാ കല്യാണം നടത്തുന്ന രക്ഷാധികാരങ്ങൾ അങ്ങനെ പൊന്നു കൊടുക്കൽ സുന്നത്തോ ഫർദോ ഒന്നുമല്ല. ഇതുപോലെ സ്ത്രീധനം കൊടുക്കണം. വീട്ടിൽ തന്നെ പറയും 1 കോടി രൂപ ഞാൻ എന്ത് ചെയ്യും, എന്റെ മകൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ 50 ലക്ഷം കൊടുക്കും, അല്ലെങ്കിൽ 25 ലക്ഷത്തിന് കൊടുക്കും. ഇതിനൊക്കെ ഈ ഹദീസ പറയുന്നത് ഇങ്ങനെ ലളിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. ഒരു പുതപ്പ് കൊടുത്തു, അതുപോലെ തന്നെ ഒരു തോൽപാത്രം കൊടുത്തു, ഒരു തലയണ കൊടുത്തു. ഈ ഒരു സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള മാമൂലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോൺ, അതായത് ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്താണ് ഇന്ന് കല്യാണം നടത്തുമല്ലോ, അതുപോലെ തന്നെ സ്ത്രീധനം കൊടുക്കുന്നു. ഇതിലൂടെ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുന്നതല്ലാതെ ഇതിലെന്ത് ബർക്കത്തുണ്ടാകും നമുക്ക് ആക്കുമാറാകും. യഥാർത്ഥത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ പിതാവാണ്, രക്ഷകർത്താവ്. ഇതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും രക്ഷകർത്താവ് നബി തങ്ങൾ തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ മകനാണ്, ബാപ്പാന്റെ സഹോദരന്റെ മകനായ അലി റളിയല്ലാഹു അൻഹു. അബൂ താലിബ് മരിച്ചു കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്ഷകർത്തൃത്വം നബി തങ്ങളിലേക്ക് വന്നത്. രക്ഷകർത്താവാണ്. ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അയാൾക്കുള്ള ഏർപ്പാടുകളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തപ്പോ കിടക്കാൻ ആവശ്യമായ ബെഡ്ഷീറ്റ് കൊടുത്തതും തലയണ കൊടുത്തതും തോൽപാത്രം കൊടുത്തതും. അല്ലാതെ അലി റളിയല്ലാഹു അൻഹു വേറൊരു കുടുംബത്തിൽപ്പെട്ടയാള് അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു എന്നല്ല. മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും നടക്കുന്ന വൈവാഹിക ജീവിതങ്ങളെ ഇസ്ലാമികമാക്കി തീർക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളാണ് വിവാഹത്തിന്റെ വിഷയത്തിൽ ആഴ്ചകളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു. എന്ന് പറഞ്ഞതും അധികം ഹദീസുകളും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസ്. അതുകൊണ്ട് നബി തങ്ങളുടെ നിർദ്ദേശങ്ങളെ നമ്മൾ അവഗണനയോടെ, ലാഘവത്തോടെ, പുച്ഛത്തോടുകൂടി കാണരുത്. നമ്മുടെ നാട്ടിന്റെ ആചാരങ്ങൾ, നാട്ടു നടപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം. വിവാഹം ഇസ്ലാമികമാണ് എങ്കിൽ ആ വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന ഇഫ്ഫത്ത്, പാതിവ്രത്യം ഉണ്ടായിരിക്കും. ആ വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന തലമുറകൾ നല്ല സാലിഹീങ്ങളും സാലിഹാത്തുകളുമായി ലോകത്ത് സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും. ഇനി നിബിധങ്ങളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് എങ്കിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലാ തജ്അലൂ ദുആ الرسول كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر
فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم لا تجعلوا دعاء الرسول നിങ്ങൾ ഒരിക്കലും നബിതങ്ങളുടെ നിർദ്ദേശങ്ങളെ ലാഘവത്തോടുകൂടി കാണരുത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന നിർദ്ദേശങ്ങളെ ലാഘവത്തോടെ കാണുന്ന പോലെ قد يعلم الله الذين يتسللون منكم لواذا നിങ്ങളിൽ നിന്ന് ആരെല്ലാമാണ് പലതിനെയും മറയാക്കിക്കൊണ്ട് നബിതങ്ങളുടെ ചര്യകളിൽ നിന്ന് ഊരിപ്പോകുന്നത് എന്ന് അല്ലാഹുവറിയാം. നബിതങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് എതിർ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ താക്കീത് നൽകുക. അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ബാധിക്കും. ഇന്ന് വിവാഹ ജീവിതങ്ങൾ ആർഭാടത്തോടുകൂടി നടക്കുന്നുണ്ട്, വളരെ കമനീയമായ നിലയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ആ വിവാഹം കഴിഞ്ഞിട്ട് ബന്ധങ്ങൾ എത്ര നിലനിൽക്കുന്നു? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ പരിശോധിച്ചു നോക്കും. മഹല്ലുകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെക്കാൾ വിവാഹ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ വിവാഹം നടത്തിയത് ആ വിവാഹത്തിന്റെ വേളയിൽ നമ്മുടെ സമ്പത്തിന്റെ കൊഴുപ്പ് കാണിക്കാൻ വേണ്ടി ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആർഭാടത്തിന്റെയും ദുർവ്വയത്തിന്റെയും ശൈലി നാം തിരഞ്ഞെടുത്തു അവലംബിച്ചു. വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകുകയാണ്. നബിതങ്ങളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഫിത്നയുണ്ടാകും. വേദനാജനകമായ ശിക്ഷയും അവരെ ബാധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വിവാഹത്തിന് മുന്നിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വിവാഹത്തിന്റെ വേളയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വിവാഹം കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നാം വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നടത്തി കഴിഞ്ഞാൽ അല്ലാഹു ആ വിവാഹത്തിൽ വലിയ ബറക്കത്തും അനുഗ്രഹവും നൽകും. അല്ലാഹു നമുക്ക് ഓരോരുത്തരും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.